Hello dear students. Hello dear parents. Welcome to Codecast. അപ്പൊ നമ്മുടെ ഒരു പുതിയ പ്രോഗ്രാമിന്റെ ലോഞ്ച് ആണ്. കോഡ്കാസ്റ്റ് എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്. എന്റെ കൂടെ ഉള്ളത് അരവിന്ദ് സാർ ആണ്, കോഡിന്റെ ബയോളജി ഫാക്കൽറ്റി. ഇത് കിരൺ സാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുണ്ടാവും, നമ്മുടെ ഫിസിക്സ് ഫാക്കൽറ്റി ആണ്. സാർ, അപ്പൊ എന്താണ് ഈ കോഡ്കാസ്റ്റ്? നമ്മൾ കോഡ്കാസ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, കോഡ്കാസ്റ്റ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് പറയാം. ഒന്നാമതായിട്ട്, നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്ന ഫാക്കൽറ്റീസ്, അതായത് നമ്മളുടെ ഫാക്കൽറ്റി പൂളിലുള്ള മെജോറിറ്റി ഓഫ് ആൾക്കാരും ഈ പറയുന്ന എൻട്രൻസ് പ്രിപ്പറേഷൻ നടത്തിയ ആൾക്കാരാണ്. ഒരു സമയത്ത് നീറ്റിനോ അല്ലെങ്കിൽ പണ്ട് നീറ്റ് അല്ലായിരുന്നു, അതേപോലെ നമ്മൾ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനായിരുന്നാലും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗിന്റെ ആയിരുന്നാലും എക്സാംസിന് പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അവരുടെ പ്രിപ്പറേഷൻ ടൈമിലെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോ അത് നമ്മൾ ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ആ സമയത്ത് അനുഭവിച്ചതെന്നും അതേപോലത്തെ അതെങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്തതെന്നുള്ളത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് നമ്മൾ പോഡ്കാസ്റ്റിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് പുറമെ ഇനി അതായത് നമ്മുടെ എക്സാം അടുത്തെത്തി പോയി, അങ്ങനെ എക്സാം അടുത്തെത്തി കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രമിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കരുത്, എന്താണ് നമ്മുടെ പ്രിപ്പറേഷന്റെ സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജി നമുക്ക് എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ള കുറെ കാര്യങ്ങളും കൂടി നമുക്ക് പറയാം. അതെ അതെ, ഇപ്പം എക്സാമിനോട് അടുത്തപ്പോ ഇവർക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ കുറച്ച് കുട്ടികൾ എന്നോട്, കുറച്ചല്ല ഇപ്പൊ സ്ഥിരമായിട്ട് കുട്ടികൾ എന്നോട് ഒന്ന് പറയുന്നത്, സാറേ എക്സാം ഹോളിന്റെ അകത്തിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ഓർമ്മയില്ല, പക്ഷെ എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും എനിക്ക് അറിയാം, എല്ലാം എനിക്ക് കിട്ടുന്നതാണ്, പക്ഷെ എക്സാം ഹോളിൽ എനിക്ക് അത് കിട്ടുന്നില്ല എന്നൊക്കെയാണ്. അത് ചിലരുടെ പരാതിയാണ്. ചിലരുടെ പരാതി എന്ന് പറയുന്നത് പഠിച്ച് തല നിറഞ്ഞുപോയി, ഇനി ഒരു തുള്ളി പോലും എനിക്ക് അതിനകത്തോട്ട് കയറ്റാൻ പറ്റില്ല, ഒരു കുടം പോലെയാണ് അവര് എന്താ പറയാ അതായത് കുറെ വെള്ളം അങ്ങ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുളുമ്പി പോകും എന്നുള്ള ഒരു അവസ്ഥയാണ്. ഇനി തലയിൽ ഒഴിക്കാൻ ഇല്ല എന്നുള്ള അവസ്ഥയൊക്കെയാണ്. അങ്ങനെയൊന്നും അല്ല. അപ്പൊ അതിന്റെയൊക്കെ സത്യാവസ്ഥകൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം, എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് തോന്നുന്നു എന്ന് പറഞ്ഞു തരണം. പിന്നെ കുറച്ച് കുട്ടികൾ, സാറേ പഠിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ഞാൻ സാച്ചുറേഷൻ എത്തി, അതായത് ഒരു 400 മാർക്ക് 500 മാർക്ക് ഒരു 450, ഇനി എന്റെ മുകളിലേക്ക് പോകില്ല, കാരണം ഞാൻ ഇത്രയേ ഉള്ളൂ, അതായത് ഞാൻ ഇനി മുകളിലോട്ട് ചെയ്യാൻ ഞാൻ എന്റെ മാക്സിമത്തെ ചെയ്ത് കഴിഞ്ഞ്, അങ്ങനത്തെ ഒരു സീരീസ് ഓഫ് സ്റ്റോറി. അതെ അതെ അതെ, അപ്പൊ ഇങ്ങനത്തെ പല കൺസേൺസ് ഇപ്പൊ വരുന്നുണ്ട്, കുറെ കൺസേൺസ് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് മിനിറ്റ് എത്തുമ്പോഴത്തേക്കും ഇനി എന്താ പറയാ, ഞാൻ പഠിക്കണോ വേണ്ട, ഇങ്ങനത്തെ തോട്ട്സ് കുറെ കുട്ടികളുണ്ട്. ലാസ്റ്റ് അവസാന നിമിഷം വരെ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയാ, എവ്രിതിങ് ലൈസ് ഓൺ ഹോപ്പ് എന്ന് പറയുന്ന ഒരു വാക്കിലാണ് എല്ലാം നടക്കുന്നത്. നമുക്ക് ഇപ്പം എൻട്രൻസ് എക്സാമിൽ എത്തിയിട്ടില്ല, എൻട്രൻസ് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ല, അതിനു മുമ്പേ നമ്മൾ ഒന്നും പ്രിട്ടൻഡ് ചെയ്യരുത്. അതായത് നമുക്ക് ഇങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെയൊന്നുമല്ല. അപ്പം എന്തും എപ്പോ വേണമെങ്കിലും സംഭവിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എന്താ പറയാ, ഹോപ്പ് എന്ന് പറയുന്ന സാധനം കൈവിടാതെ ഫ്രണ്ടിലേക്ക് പോവാ. നമ്മൾ ജീവിക്കാൻ തന്നെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുന്നത് ഹോപ്പാണ്. ഹോപ്പിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ശശാങ്ക് റിഡംഷൻ എന്ന് പറഞ്ഞ സിനിമയിലെ ആ ലാസ്റ്റ് സെന്റൻസ്, ഹോപ്പ് ഈസ് എ ഗുഡ് തിങ്, മേ ബി ദ ബെസ്റ്റ് ഓഫ് ദ തിങ്സ്. ഓക്കെ, അപ്പോ അങ്ങനെ അത് നമ്മൾ നിങ്ങളുടെ അടുത്ത് പറയാണ്. നിങ്ങൾ ഒരു പ്രായത്തിലെത്തിയ കുട്ടികളായതുകൊണ്ട് ചിലപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഓഫ് കോഴ്സ് പണ്ട് നമ്മൾ തന്നെയായിരുന്നു, നമ്മുടെ അടുത്ത് ആരെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഹോപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കും. അപ്പൊ അത് ഓക്കെ, നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ അതേപോലെ ഈ എക്സാംസ് എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല. ബുദ്ധിമുട്ട്, അതായത് ജെയിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നീറ്റ് എന്ന് പറയുന്നത് ഒരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള എക്സാമേ അല്ല. നമുക്കത് അറ്റൻഡ് ചെയ്യാം. വളരെ ഇപ്പം ബയോളജി ആണെങ്കിൽ പക്ക അത് NCERT ബേസ്ഡ് ആണ്. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഇപ്പം NTA NCERT ബേസ്ഡ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. പിന്നെ ഇപ്പൊ വേറൊരു പ്രശ്നം വന്നിരിക്കുന്ന വെച്ചാൽ NMC എന്താണ്, ആ എക്സാം ഏറ്റെടുത്തു അല്ലെങ്കിൽ എക്സാം നടത്തുന്ന NMC, അപ്പൊ അതെങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. ഇതിപ്പോ എന്താ പറയാ, അവര് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം +1 +2 കഴിഞ്ഞ കുട്ടികളാണ്. അപ്പൊ അതേപോലെ NCERT ബുക്ക് പഠിച്ച കുട്ടികളാണ്. അത് ഇന്ത്യയിലുള്ള ഇത്രയും കുട്ടികളുണ്ട്, ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. അപ്പൊ അതിൽ പെട്ടെന്നൊരു മാറ്റമൊക്കെ കൊണ്ടുവന്ന് എല്ലാ കുട്ടികളെയും ഞെട്ടിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കോഡ്കാസ്റ്റിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അല്ലെ. ആ കോഡ്കാസ്റ്റിലെ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, നമ്മുടെ പ്രിപ്പറേഷനും അതേപോലെ അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ അടുത്ത് തന്നെ പഠിച്ച് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം ആ കുട്ടികളെ ഈ പറയുന്ന ചെയേഴ്സിൽ കൊണ്ടിരുത്തി നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് പകർന്നു തരണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജിപ്മറിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, അതേപോലെ തന്നെ എയിംസിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്,
ഉണ്ട്, NIT കാലിക്കറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കുട്ടികളുണ്ട്, IIT പഠിക്കുന്ന കുട്ടികളുണ്ട്, AFMCയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ നിങ്ങളെടുത്ത് കൊണ്ടുവന്ന് അവരുടെ എന്താണ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തൊരു കാര്യമായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എൻട്രൻസ് മാത്രമല്ലല്ലോ നമുക്ക് എൻട്രൻസും വേണം, ബാക്കി എല്ലാ കോഴ്സും വേണം അല്ലെ. എല്ലാ കോഴ്സിനെയും പറ്റിയിട്ട് ഒരു അവബോധം നിങ്ങളിൽ കൊണ്ടുവരണം. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് പിന്നെ കുറച്ച് എമിനന്റ് എന്താ പറയാ കുറച്ച് പേഴ്സണാലിറ്റീസിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുമായിട്ട് സംസാരിപ്പിക്കണമെന്ന് കരുതുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്താണ് പ്രോപ്പർലി നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് നമുക്കത് മെല്ലെ മെല്ലെ. അതെ. അപ്പൊ ഇപ്പൊ ഇതിലാണ് നമ്മൾ എന്താണ് ഊന്നൽ നൽകുന്നത്. നിങ്ങളുടെ എക്സാമിനോട് അടുത്തത് കൊണ്ട് എക്സാം പ്രിപ്പറേഷൻ ആണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺസേൺസ് നിങ്ങൾ കമന്റ്സ് ആയിട്ട് എന്ത് ചെയ്യാ, നിങ്ങൾ പലർക്കും പല കൺസേൺസ്. അതെ. അതായത് എല്ലാ കുട്ടികളും ഒരേപോലെയല്ല. അതായത് പലർക്കും പല ടെൻഷനും പല കൺസേൺസും ഒക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഒരു സൊല്യൂഷൻ വേണം, ഏതെങ്കിലും ഒരു ആളായിട്ട് മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഒന്ന് ആരെങ്കിലും ഒന്ന് അതിന്റെ സംസാരിച്ച് തന്നിരുന്നെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോന്റെ താഴത്ത് കമന്റ് ചെയ്യാം. ഇല്ലെങ്കിൽ താഴത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. അതെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പഠിച്ചിരുന്ന കാലത്തുള്ള കൺസേൺസ് ആയിരിക്കില്ല ഇപ്പൊ ഉണ്ടാവുക, മോഡേൺ ഡേ കൺസേൺസ് ആയിരിക്കും. അപ്പൊ എന്തായാലും നമുക്കത് ഹാൻഡിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് എന്താ പറയാ ചാറ്റ് ബോക്സിൽ ഇടാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം, കോൾ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ താഴെ. ഓക്കെ. അപ്പോ അങ്ങനെ ഒരു നമുക്ക് ഈ 2024 നീറ്റ് എന്ന് പറയുന്ന എക്സാമില് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിലുള്ള കുട്ടികൾക്ക് നല്ല പ്രാതിനിധ്യം കിട്ടണം. അതായത് ഒരുപാട് കുട്ടികൾ കേരളത്തിൽ നിന്ന് എന്താ പറയാ ഈ പറയുന്ന നീറ്റും ജെയും ക്രാക്ക് ചെയ്ത് കയറി നല്ല പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോ ബോർഡ് എക്സാമിന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വഴിയിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോ എല്ലാം നല്ലതിന് എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ സൈനിങ് ഓഫ്. താങ്ക് യു.